ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. കൊച്ചി സ്വദേശികളായ രണ്ടുപേരെയാണ് ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്തത്. നടപടിക്കെതിരെ കസ്റ്റഡിയിലായവരുടെ കുടുംബം കൊച്ചി DCPയെ സമീപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഈ കസ്റ്റഡിയിൽ എടുത്തവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് പോലീസിന്റെ ഒരു വിശദീകരണം? ക്രിസ്റ്റീന, പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ കുടുംബം ആരോപിക്കുന്നത് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി എറണാകുളം കടവന്ത്രയിൽ നിന്നാണ് ഈ ആളുകളെ, ഈ സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ കൂട്ടുകാർ എന്ന് പറയുന്ന രണ്ടുപേരെ, പോള്, നദീർ, ഇവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സിദ്ദിഖിനെ ഒളിവിൽ പോകാൻ ഇവർ സഹായിച്ചു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണം. പക്ഷേ സിദ്ദിഖിന്റെ മകൻ അല്പസമയം പ്രതികരിച്ചത് ഇവർക്ക് തങ്ങളുമായി ഒരു ബന്ധം പോലുമില്ല, തന്റെ കൂട്ടുകാരാണ് വസ്തുതയാണ്. ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏത് പശ്ചാത്തലത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയില്ല. ഇവരുടെ ഫോണിൽ നിന്ന് ഇന്ന് രാവിലെ പ്രത്യേക അന്വേഷണ സംഘം ഷഹീനെ ഫോൺ വിളിച്ച ശേഷം ഷഹീനോട് പറഞ്ഞത്, പിതാവ് ഉടൻ കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ റിമാൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ്. ഒരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടായിരുന്നു എന്നാണ് ഷഹീൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഇവർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണെന്ന് കുടുംബം കരുതുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി DCPക്ക് പരാതി നൽകിയത്. എന്നാൽ കൊച്ചി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകുക. ഇവർക്ക് ഏതു തരത്തിലാണ് ഈ സിദ്ദിഖിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം എന്നുള്ളത് വ്യക്തമാക്കേണ്ടതിന് പോലീസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ഇന്ന് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുമോ അതല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതും ചോദ്യമായി തുടരുകയാണ്. ഇവർ എവിടെയാണ് എന്നുള്ളൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കുടുംബം മിസ്സിംഗ് കേസിന് കൂടി പരാതി നൽകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്.